ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ എന്റെ വീഡിയോ. വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാനും പറ്റിയ നല്ലൊരു വിഭവമാണിത്. വീഡിയോയിലേക്ക് കിടക്കാം. തലേ ദിവസം ബാക്കി വന്ന 4 ചപ്പാത്തി കൊണ്ടാണ് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ചപ്പാത്തി ഇതുപോലെ മടക്കിയെടുക്കുക. ശേഷം ചെറുതായി ഇതുപോലെ മുറിച്ചെടുക്കുക. 4 ചപ്പാത്തിയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചപ്പാത്തിയെ എങ്ങനെ നല്ലൊരു ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി മാറ്റാമെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം ബട്ടറോ മറ്റേതെങ്കിലും ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വിരൽ വലിപ്പത്തിലുള്ള ഇഞ്ചി, 4-5 ഇതൾ വെളുത്തുള്ളി, ഒരു പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു വലിയ സവോള നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് സവോള എണ്ണയിൽ ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാപ്സിക്കം നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ഉള്ളിലുള്ള കുരുവെല്ലാം കളഞ്ഞ് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. സ്പൈസി ഇഷ്ടമുള്ളവർക്ക് നോർമൽ ചില്ലി പൗഡർ ആയാലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒരു ഹാഫ് കുക്കാക്കി എടുക്കുക. നമ്മൾ ചേർത്ത വെജിറ്റബിൾസിന്റെയും മസാലയുടെയും എല്ലാം ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെറുതായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. 1 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ഞാൻ ഇതിലേക്ക് ഒരു പിടി ചോപ്പ് ചെയ്ത മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു 3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് കൂടി ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണിത്. കറിയോ മറ്റുള്ള സോസുകളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഞാനൊന്നുണ്ടാക്കിയ ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ എന്ത് സംശയങ്ങളും എനിക്ക് കമൻറ്റുകളായി അറിയിക്കുക. വീണ്ടും നല്ലൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ഷാജഹാൻ സൈനിങ് ഔട്ട്.